നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫെയിൽ ആക്കാൻ പറ്റും. ആ ഒരു പേടിയിലാണ്. ഇപ്പൊ ഏത് ഇതായിക്കോട്ടെ, മേ ബി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസ് ഒന്നും എനിക്കറിയില്ല. മേ ബി ഞാൻ എന്നെ ഫെയിൽ ആക്കാമായിരിക്കാം, അല്ലെങ്കിൽ ആവില്ലായിരിക്കാം. അപ്പൊ അഞ്ചരക്കണ്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഒരു ഡിസ്ക്ലൈമർ. കൊച്ചുകുട്ടികൾ നിങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കുട്ടികളെ മാറ്റിയിരുത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ ഒന്ന് ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ കുറച്ച് സത്യങ്ങൾ വിളിച്ച് പറയാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ യൂഷ്വൽ സൈക്കോടെ കയ്യിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ മൊമെന്റിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പുറത്തേക്ക് വന്നു പോകും. അതുകൊണ്ട് ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് റാം എന്ന് പറയുന്ന ആ ഒരു അധ്യാപകൻ എന്ന് ആരൊക്കെയോ പറയുന്ന പരമപുന്നാര നാറയെ പറ്റി സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ, ഇതിനേക്കാട്ടിലും നല്ല വാക്കുകൾ ചിലപ്പോൾ വായിന്ന് വീണു പോകും. രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു പരനാറിയായിട്ടുള്ള അധ്യാപകനെയും അധ്യാപികയും ആർക്കൊക്കെയോ വേണ്ടി രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇന്നലെ തൊട്ട് നമ്മൾ കാണുന്നുണ്ട്, മെയിൻ സ്ട്രീം ചാനലുകൾ വഴി നിങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ടായിരിക്കും. കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നാളെ ഇത് നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ കുട്ടികളുടെ കുട്ടികൾക്കോ ഒക്കെ സംഭവിച്ചേക്കാം. മനസ്സിലായില്ലേ? ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ ഇപ്പൊ കണ്ടു KSUവിന്റെ വക മാർച്ച് ആ കോളേജിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക്. എന്ത് കാര്യത്തിന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് കിട്ടാൻ പോകുന്ന അതിനകത്തുനിന്ന്? ഒന്നും കിട്ടത്തില്ല. വെറുതെ ഒരു ഷോ. KSU മാർച്ച് നടത്തി, നിതിൻ രാജിന് നീതി വേണം. കിട്ടുമോ ചെറുക്കന് നീതി? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആ പയ്യന്, അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടുമെന്ന്? ഒരു മാങ്ങയും കിട്ടാൻ പോണില്ല, ഒന്നും കിട്ടാൻ പോണില്ല. ഒരു നീതി അവന് കിട്ടില്ല. പറയുമ്പോൾ സങ്കടമുണ്ട്, പക്ഷെ സത്യം അതാണ്. ഇവിടുത്തെ പോലീസുകാർക്ക് പോലും അവന് നീതി മേടിച്ചു കൊടുക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ ഇന്നലെ തൊട്ട് ആ കോളേജിലെ അവൻ്റെ ക്ലാസ്മേറ്റ്സ്, അതിലെ ചില പെൺകുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ പുറത്തു വന്ന് പറയാൻ തുടങ്ങി, അവിടെ അങ്ങനെയാണ്, അവിടെ പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നുണ്ടോ? ലോൺ ആപ്പ് വഴി അവൻ ലോൺ എടുത്തു, ഇപ്പൊ അതിന്റെ പുറകെയാ. അതിന്റെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ അവൻ ചിലപ്പോൾ ജീവിതം ഇല്ലാതാക്കിയത്? അത് തെളിയിക്കാൻ നടക്കുമോ ഇവിടെ? എന്നാൽ അതിനൊക്കെ മുമ്പ് അവിടുത്തെ അധ്യാപകർക്കെതിരെ വലിയ തോതിലുള്ള പരാമർശങ്ങൾ വന്നു. ചോദ്യം ചെയ്ത് വിട്ടു, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത് വിട്ടു. റാമിനെ മറ്റേ ആ പെണ്ണുപിള്ളേനെയും ചോദ്യം ചെയ്ത് വിട്ടു. ആ പരനാറി അങ്ങനെ ഞാൻ പറയുള്ളൂ. ആ പയ്യൻ മരിച്ചു കിടന്നപ്പോൾ അവിടെ നിന്ന് ചിരിച്ചു എന്നാണ് ഒരമ്മ പറയുന്നത് കേട്ടത്. ചിരിച്ചു എന്ന് ആ അമ്മയോട് അവിടെ പഠിക്കുന്ന കുട്ടി പറഞ്ഞതാ. ആരും തിരക്കാനില്ല ഇതൊന്നും. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടേ. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വാർത്ത കാണിച്ചു തരാം. ഒരു ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിത് കേക്ക്. ആ പയ്യൻ മരിച്ച മണിക്കൂറുകൾക്കപ്പുറം പറയുന്നതാ. അവനെതിരെ, അല്ലെങ്കിൽ ആ പയ്യൻ മരിക്കാൻ കാരണമെന്ന് അവൻ്റെ അച്ഛനും അമ്മയും പല കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണോ സംഭവിച്ചു, ഹോസ്റ്റലിൽ ഇങ്ങനെ സംഭവിച്ചു, അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. ആർക്ക് വേണ്ടി? ഈ റാമൊക്കെ അത്രയും വലിയ പിടിപാടുള്ള മോനാണോ? എല്ലാം പോട്ടെ, ആ പയ്യന്റെ അടക്കിൽ അവന്റെ ഒരു കൂട്ടുകാരൻ, അവന്റെ ക്ലാസ്സിലെ പോട്ടെ, ആ കോളേജിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ല. ആരെങ്കിലുമൊക്കെ സഹപാഠികൾ അങ്ങനെ ചെയ്യുമോ? അല്ല, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റീസൺ കാണുമല്ലോ. അതെന്താണ് ഇവിടെ പോലീസുകാർ അന്വേഷിക്കാൻ പോകാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അറിയാം മാനേജ്മെന്റ് നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് കുട്ടികളെ എന്ന്. പക്ഷെ ഒന്നുമില്ല, പോലീസുകാർക്കൊന്നും ചെയ്യാനില്ല. റാം സാറേ വാ ചോദ്യം ചെയ്യട്ടെ, കുറച്ചു നേരം പിടിച്ചിരുത്തി ചോദ്യം ചെയ്ത് അങ്ങ് വിട്ടു. കേരളം പിടിപാട്, റാംസാറിന് പിടിപാടുണ്ടെങ്കിൽ റാംസാറിന്റെ വീട്ടിൽ ഇരുന്ന് പുട്ടുമുട്ടയും കഴിക്കും. അതാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ടോണേ. ഈ കേസിന്റെ അന്വേഷണ മധ്യേ ഈ വിദ്യാർത്ഥിയുടെ, നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി പോലീസിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം പലവിധങ്ങളായിട്ടുള്ള മൊബൈൽ ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൺവെർസേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ആയതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ, അതിലേക്ക് അബറ്റ്മെന്റ് ടു സൂയിസൈഡ്, ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R
മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് വകുപ്പിൻ്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ജനുവരി മാസ സമയത്ത് ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കറങ്ങിത്തിരിഞ്ഞ് എവിടെ എത്തിച്ചെന്ന് നിങ്ങളൊന്ന് നോക്കിയേ, എവിടെ എത്തിച്ചെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പയ്യൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ് അവൻ ആ പൈസ എങ്ങാണ്ട് എടുത്തത് ഒരു ആപ്പ് വഴി. അതിന് ഏതോ ഒരു ടീച്ചർ അവനെ ഹെൽപ്പ് ചെയ്തു. എനിക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതോ ഒരു ടീച്ചർ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അത് പറഞ്ഞ് ആ ടീച്ചറിനെയും ആ പയ്യൻ്റെ മരണത്തെയും ഇല്ലാതാക്കണം. മനസ്സിലായോ? പിടികിട്ടിയോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കറങ്ങി വരുന്നതെന്ന്? എന്നാൽ അവനെ ഉപദ്രവിച്ച, അവനെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഫ്രണ്ടിലിട്ട് നാണം കെടുത്തിയ, നിറത്തെ ചൊല്ലി നാണം കെടുത്തിയ, ഹോസ്റ്റലിൽ ഒരു റൂമിലല്ല ഒരു സിക്ക് റൂമിൽ അവനെ രാത്രിയിട്ട് പൂട്ടിയ, ഇതൊന്നും അന്വേഷിക്കണ്ട, ഇതിനെപ്പറ്റി ഒന്നും തിരക്കണ്ട. ലോൺ എടുത്തവൻ അതിൻ്റെ മാനസിക സമ്മർദ്ദം വെച്ചിട്ടാണെങ്കിലും അവൻ ചിലപ്പോൾ പൊട്ടന്മാരോട് പറ. മനസ്സിലായോ? ആ കോളേജിൽ അവൻ നേരിട്ടിരുന്ന കാര്യങ്ങൾ പല ആളുകൾ വഴി പുറത്തു വരാൻ തുടങ്ങി. എന്നിട്ടും ഇപ്പോഴും അവൻ ഇത് എവിടുന്ന് തപ്പി പിടിച്ചോണ്ട് വന്നടേ, വലിയ കണ്ടുപിടുത്തമായി പോയല്ലോ. അവൻ ലോൺ എടുത്ത് ലോണിൻ്റെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. വെറും മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. ഇന്നിനിപ്പോൾ വേറൊരു വാർത്ത വരുന്നുണ്ട്. ഇന്നലെയാണ് ഞാനിപ്പോൾ കാണിച്ച വിഷ്വൽ. ഇന്നലെ കുറച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് ആ ഉദ്യോഗസ്ഥൻ. ഓക്കെ, കുറച്ചു മുമ്പ് ഞാൻ വേറൊരു വിഷ്വൽ കണ്ടു. ഇത് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്തിനാടേ ആ റാമിനെ ആ ടീച്ചർക്കെതിരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അവരുടെ പുറകെ ഇല്ല, ലോൺ ആപ്പിന്റെ പുറകെയാ ചോദിച്ചു തുടങ്ങി. ഇതായത് കേക്ക് നിങ്ങൾ. ഈ ലോൺ ആപ്പിനെതിരെയുള്ള പരാതിയിൽ മൊഴിയെടുത്തിരിക്കുന്ന 22:30, അതായത് 10:30-നാണ്. 10:30 കിട്ടിയ വിവരം ഈ FIR പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ച സമയമെന്ന് പറയുന്നത് 10:30-നാണ്. പക്ഷേ ഇന്നലെ 7:45 തന്നെ SP വാർത്താ സമ്മേളനം നടത്തി ഈ ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായെന്നും ലോൺ ആപ്പിൽ പേര് ടീച്ചറിന്റെ കൊടുത്തുവെന്നും ടീച്ചർ പ്രിൻസിപ്പളിന് പരാതി കൊടുത്തുവെന്നും പ്രിൻസിപ്പള് ഈ നിതിനെ വിളിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ FIR എടുക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് വീട്ടുകാർ ആരോപിക്കുന്നോളം മുൻവിധിയോടുകൂടി പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? തീർച്ചയായും അക്കാര്യത്തിലാണ് പ്രധാനപ്പെട്ട സംശയമുള്ളത്. ഈ നിതിന്റെ മരണം നടന്ന ആദ്യ 2 ദിവസങ്ങളിൽ ഉയർന്നു വന്നത് ഈ ഡോക്ടർ MK റാമിനെതിരെയും സംഗീതക്കെതിരെയുമുള്ള നിരന്തരമായ ആരോപണങ്ങളാണ്. അത് സാധൂകരിക്കുന്ന രീതിയിൽ അതേ ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നു. ഈ ഡോക്ടർ റാമിനെതിരെ നേരത്തെ എടുത്ത സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ചർച്ചയാകുന്നു. ആ ഘട്ടത്തിലാണ് നേരത്തെ ഉയർത്തിയ പ്രതിരോധം എന്നോണം. ഇതിൽ ആദ്യഘട്ടം നിതിന്റെ മരണം തൊട്ട് ഈ കോളേജിൽ നിന്ന് ഉയർന്നു വന്നൊരു പ്രതിരോധമാണ്. നിതിന് ഇത്തരത്തിലൊരു ലോൺ എടുത്തു. ലോൺ എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ഓ 15,000 രൂപയോ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പേഴ്സണൽ ലോണായി ഇത്തരത്തിൽ ലോൺ ആപ്പുകളിൽ നിന്ന് ലഭിക്കും. പ്രത്യേകിച്ചും ഒരു വിദ്യാർത്ഥി നിലയിൽ അതിൽ 18,000 രൂപയോളമാണ് തിരിച്ചടവുണ്ടായത്. നിതിന്റെ അമ്മയുടെ പേരും ലത എന്നാണ്. ഈ പറഞ്ഞ പരാതി കൊടുത്ത അധ്യാപികയുടെ പേര് ലത ശശീന്ദ്രൻ എന്നാണ്. ഒരുപക്ഷെ ഈ ലോൺ ഏജൻസി ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ഈ കോൺടാക്റ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇത്തരത്തിൽ ശല്യപ്പെടുത്താൻ ഉപയോഗിച്ചതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പോലീസ് തള്ളിക്കളയുന്നില്ല. പക്ഷെ അപ്പോഴും ഈ 2-ാം ദിവസം വന്ന് ഇത്തരത്തിൽ ലോൺ ആപ്പ് മൂലമുള്ള ഒരു സമ്മർദ്ദമാകാം എന്ന് പോലീസ് പറയുന്നതും രാത്രി 10 മണിയോടെയാണ് മൊഴി രേഖപ്പെടുത്തുന്നതും സംശയമാണ്. ഇക്കാര്യങ്ങളിലടക്കം ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തും വരേണ്ടതുണ്ട്. കാരണം നേരത്തെ ഉയർന്ന ആരോപണങ്ങളെ മറയ്ക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ശ്രമമാണോ പോലീസിന്റെയും ഒപ്പം തന്നെ കോളേജ് അധികൃതർ? അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അതായത് ജാത്യാധിക്ഷേപവും അപമാനവും സഹിക്കവയ്യാതെ ജീവനൊടുക്കിയതാണെന്ന് എല്ലാ ബോധ്യങ്ങളും നിലനിൽക്കുമ്പോൾ ലോൺ ആപ്പിൽ നിന്നെടുത്ത പണം തിരികെ അടയ്ക്കാത്തതിന്റെ പേരിലുള്ള ഭീഷണി ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമാണെന്നുള്ള ഒരു FIR കൂടി പോലീസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ, ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.
ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പാ സംഘത്തിൽ നിന്നും ഭീഷണി നേരിട്ടതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അടിയന്തരമായി 8,000 രൂപ അടയ്ക്കണമെന്ന് ലോൺ മാഫിയ സംഘം നിർദ്ദേശിച്ചെന്നും താൻ പാവമാണെന്ന് നിതിൻ മറുപടി പറഞ്ഞതും ആ ചാറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ആ ചാറ്റ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ വായ്പാ സംഘം മതി, കൂടുതൽ കേൾപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഇത്തിരി ബോധമുള്ളവർക്ക് ഞാൻ ഈ ചോദിക്കുന്നത് മനസ്സിലാവും. ആ കോളേജിൽ ഇത്രയൊക്കെ കഷ്ടതകൾ ആ പയ്യൻ അനുഭവിച്ചു. ആ സാറ്, ആ ടീച്ചർ, ജാതി, നിറം, കൂട്ടുകാർ പോലും, സ്വന്തം ക്ലാസ്സിലെ ആൺകുട്ടികൾ പോലും അവനെ കൂടെ ഇരുത്തിക്കത്തില്ല. ഇതെല്ലാം അവന് ഫേസ് ചെയ്യാമെങ്കിൽ ഒരു ലോൺ ആപ്പിൽ നിന്ന് 10,000 എടുത്തത് 18,000 ആയതാണോ അവൻ മരിക്കാൻ കാരണമെന്ന് ഇവിടുത്തെ പോലീസുകാർ എഴുതി തള്ളാൻ പോകുന്നത്? എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. ഇത്രേ അനുഭവിക്കാമെങ്കിൽ അവൻ ഈ 18,000 രൂപയുടെ പേരും പറഞ്ഞെങ്കിൽ പോയി തീരുമെന്നാണോ പറയുന്നത്? പൊട്ടന്മാർ വിശ്വസിക്കും, മനസ്സിലായില്ലേ? ഇച്ചിരി മൂലയുള്ള ഒരാളും അത് വിശ്വസിക്കത്തില്ല. അവന് മറ്റേതെല്ലാം സഹിക്കാമെങ്കിൽ അവൻ ഇതും സഹിക്കാം. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ ഈ ആദ്യമേ ഉയർന്നു വന്ന കാര്യങ്ങളുണ്ടല്ലോ, ചുണ്ടുവിരലുകൾ എല്ലാവരും ചൂണ്ടിയത് നേരെ ആ സാറിൻ്റെയും ടീച്ചറിൻ്റെയും നേരെയാണ്. അത് മാറ്റണം. അതിന് വേണ്ടിയിട്ടൊരു ലോണാപ്പ് കഥ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തപ്പിയെടുത്തു എന്തുണ്ട് ഇവൻ്റെ പേരിൽ, വേറെ എന്തെങ്കിലും പറഞ്ഞ് ടേൺ ചെയ്ത് പിടിക്കാൻ എന്തുണ്ട് നോക്കിയപ്പോൾ ലോണാപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ എന്താ, അവർ പൈസ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, അവൻ സമയം ചോദിച്ചിട്ടുണ്ട്. നേരെ കളി അങ്ങ് മാറ്റി, പ്ലേറ്റ് മാറ്റി. ടീച്ചറും സാറും സേഫ്. കൊള്ളാം 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 കൊള്ളാം, നല്ല പരിപാടി, നല്ല പരിപാടി. അല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ വേറൊരു സൈഡ് ഞാൻ പറയാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ നേരെ കൊണ്ടൊരു പരാതി കൊടുത്തതേ അയാൾ പീഡിപ്പിച്ചു കേട്ടോ, ഒന്നുമില്ല, ചോദ്യം പറച്ചിലൊന്നുമില്ല, അവിടെ തെളിവോ സാക്ഷിയോ ഒന്നും വേണ്ട, നേരെ അവനെ തൂക്കിയെടുക്കുക, അകത്തിട്ട് 2 ഇടി ഇടിക്കുക, നേരെ ഒന്നുമില്ല, നേരെ 14 ദിവസം റിമാൻഡ്. അക്കാര്യത്തിലൊക്കെ അയ്യോ അടിപൊളി അടിപൊളി അടിപൊളി. ഒരുത്തൻ തൊലഞ്ഞു മേളിൽ പോയി, അങ്ങനെ തന്നെ ഞാൻ പറയും, അവനെ ഇല്ലാതാക്കി. എന്നിട്ടും ലോൺ ആപ്പിൻ്റെ ആ 10-18 അവൻ പേടിച്ച് സീനായി. അവൻ നാണമുണ്ടോ? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. കൂടുതൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. വേറെ പലതും ആയി ചോദിക്കാൻ വരുന്നത്. നാണത്തിന് പകരം താ വെച്ച് തുടങ്ങുന്നൊരു വാക്കുണ്ട്, അത് ചോദിക്കണം ഉണ്ടോ എന്ന് ഇവിടുത്തെ പല ആളുകൾക്കും. മനസ്സിലായില്ലേ? ഈ റാമെന്ന് പറയുന്ന ചാറിന് അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അവനതില്ല. കാട്ടവരാതെ ഞാൻ എഴുതി വെക്കും ഈ വീഡിയോയുടെ തമ്മനെയിലിൽ. ഒരുത്തരും വന്ന് കമൻറ്റ് ഇട്ടേക്കരുത്, എന്തിനാടാ ഇങ്ങനെ തമ്മനെയിൽ ഇതിടുന്നതെന്ന്, തമ്മനെയിൽ എഴുതി വെക്കുന്നതെന്ന്. കാട്ടവരാതെ. അങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്ന് കുറയ്ക്കട്ടെ. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? എഴുതി അങ്ങോട്ട് തീർക്കണ്ടേ ഇവനെയൊക്കെ? നമ്മളെ കൊണ്ടൊക്കെ അതേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുത്തെ നിയമം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ കാണിക്കുന്ന കണക്ക് നേരെ കഥ അങ്ങോട്ട് മാറ്റി തിരിച്ചങ്ങോട്ട് വിട്ട്, അല്ല അവർക്കൊക്കെ അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ പ്രശ്നം. അയ്യോ വലിയ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നിയമം ആർക്ക് വേണ്ടിയിട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനാ ഇവിടെ പോലീസും കോടതിയൊക്കെ? കാശുള്ളവനെ രക്ഷിക്കാനോ? അതെ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാശില്ലെങ്കിൽ തീർന്നു നമ്മുടെ കാര്യം. ആ പാവം പയ്യൻ്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി അത് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മാത്രമല്ല, ലത എന്ന് പറയുന്ന മേഡവും കമൽ എന്ന് പറയുന്ന വാർഡനും, ഈ കമൽ എന്ന് പറയുന്ന വാർഡൻ എന്നോട് അവനെ സിക്ക് റൂമിൽ അടച്ചതിന് ഞാൻ ചോദ്യം ചെയ്തു ഫോണിലൂടെ. എൻ്റെ മോനെ എന്തിനാണ് ഇരുട്ട് റൂമിൽ അടച്ചത്? അവന് നല്ലൊരു ഹോസ്റ്റൽ റൂമല്ലേ നിങ്ങൾ കൊടുത്തത്? തിരിച്ചവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത് നിങ്ങൾ അതേപോലെ കൊടുക്കാമെന്ന് എനിക്ക് വീഡിയോ ചെയ്ത് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞതല്ലേ. പിന്നെ എന്ത് സിക്ക് റൂമിൽ അടച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാണ് ഇവിടെ ഇൻഫെക്ഷൻ ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുടെ എണ്ണം തികച്ച് കാണിക്കണം, അതിനു വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തതെന്ന്. ഞാനപ്പോൾ പറഞ്ഞു അവൻ നാട്ടിൽ പോയെന്ന് പറഞ്ഞാൽ പോരെയുണ്ട, ഒരു വിദ്യാർത്ഥിക്ക് അസുഖം വരുമല്ലോ, അപ്പോഴവർ നാട്ടിൽ പോയി അവൻ്റെ ഡീറ്റെയിൽ കാണിച്ചാൽ മതിയല്ലോ. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാനസിക വിഭ്രാന്തിയുള്ള സുഖമില്ലാത്ത കുട്ടികളെ അടയ്ക്കുന്ന റൂമിൽ അവനെ ഒറ്റയ്ക്കിട്ട് അടച്ചു കളഞ്ഞു. അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ അയാൾ ഞാനുമായിട്ട് സംസാര വിഷയങ്ങളായി. അപ്പോഴയാൾ പറഞ്ഞു എന്നോടൊന്നും പറയണ്ട, നിങ്ങൾ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി. ആ മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും എല്ലാ അധ്യാപകരും പ്രിൻസിപ്പളിനോട് പറയും. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു മരക്കോന്തനാണ്. കാരണം അദ്ദേഹം മറുപടി പറയൂല,
കറക്റ്റ് മറുപടി പറയൂല. അദ്ദേഹം പറയും എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ അധ്യാപകരോട് ചോദിക്കും. അദ്ദേഹം ഉരുണ്ട് കളിക്കും, പഴയ പ്രിൻസിപ്പാൾ. ഇപ്പോഴും വന്നത് അതിനേക്കാൾ മാറ്റം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഴയ ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതികളും പൂഴ്ത്തി വെച്ചുകൊണ്ട് പറയണം ഇപ്പോൾ കോളേജിനെതിരെ പരാതിയില്ല, മാനേജ്മെൻറ്റിനെതിരെ പരാതിയില്ല, പിന്നെ എന്ത് നടപടിയെടുക്കും? നിതിൻ രാജിൻ്റെ പിതാവും മാതാവും അവൻ്റെ ബന്ധുക്കളോ ഞങ്ങൾക്കെതിരെ പരാതി ഉന്നയിച്ചു. എൻ്റെ മോൻ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ റാഗിങ് തുടങ്ങി. റാഗിങ് എന്ന് പറഞ്ഞാൽ ക്രൂരമായ റാഗിങ്. സീനിയർ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് അവന് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങലിൽ പോയി. എൻ്റെ മൂത്ത മതി, എനിക്ക് കൂടുതലത് കാണിപ്പിക്കാൻ താല്പര്യമില്ല. ഈ പയ്യൻ ഈ റാമിൻ്റെ ആ ടീച്ചറിനെ വല്ല കുൽസിതം കണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ ചോദിക്കുക, എന്തിനാ ഈ പയ്യനോട് മാത്രം എല്ലാത്തിനും ഇത്രയും കൊണ്ട് ചൊറിച്ചിലുണ്ടായിരുന്നത്? അവനോട് മാത്രം രാത്രി ഒറ്റയ്ക്ക് സിക്ക് റൂമിൽ പൂട്ടിയിടുക, എന്നിട്ട് ഇൻസ്പെക്ഷൻ ആൾ വരുന്നുണ്ട്, അന്നത്തെ വേറെ ആരെയും പൂട്ടാൻ പറ്റത്തില്ല, അവനെ മാത്രമേ പൂട്ടാൻ പറ്റത്തുള്ളൂ. അല്ല, അത് വാർഡനാണ് ചെയ്തത്. വാർഡനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചതാണോ നമുക്കറിയത്തില്ല. ഈ റാം എന്ന് പറയുന്ന മോൻ സാറേ എന്നൊന്നും എനിക്കൊന്നും വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവനെ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഇനി ആ കോളേജിലുണ്ടല്ലോ കുറേ നട്ടലില്ലാത്ത കുറേ ആണുങ്ങൾ, അവൻ്റെ കൂടെ പഠിച്ചവന്മാർ, കുറേ ഡാഡി ഇല്ലാത്തവന്മാർ, അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. അവന്മാർ വിളിച്ചാൽ മതി ഇവനെയൊക്കെ പോയി താറയെന്ന്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അവിടുത്തെ പെൺകുട്ടികൾക്കുള്ള ആ ഒരു ഉറപ്പ് പോലും അവിടെ ഇവൻ്റെ കൂടെ പഠിച്ചവന്മാർക്കില്ലാതായി പോയല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാം എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന്. ഒരു ഉറപ്പില്ലാതായി പോയല്ലോ കൂടെ പഠിച്ചവന്മാർക്ക്. പോയി ചോദിക്ക് ഉണ്ടോ എന്ന്. മനസ്സിലായോ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു നീതിയും ആ പയ്യന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നേ ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ കുറേ ആളുകൾ പറയുമായിരിക്കും അവന് നീതി കിട്ടട്ടെ, നീതി കിട്ടട്ടെ. എത്ര തവണ എത്ര വിഷയങ്ങളിൽ നമ്മൾ പറഞ്ഞു നീതി കിട്ടട്ടെ, ആഗ്രഹിക്കുന്നു നീതി കിട്ടണമെന്ന്. ആർക്കെങ്കിലും ഇവിടെ നീതി കിട്ടിയോ? ഈ സാധനം ഉള്ളവൻ്റെ ഉണ്ട് ഇവിടെ നീതി, അല്ലാത്തവർക്കില്ല. ഇതാണ് സത്യം. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ എന്നെ ഇനി എന്തിനായിരിക്കും പിടിച്ചിടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, അങ്ങനത്തെ കാലമാണല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.